ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ 2 മണിക്കൂറിലേറെയായി SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അറസ്റ്റ് സാധ്യത തള്ളാനാകില്ല. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, 2 മണിക്കൂർ കഴിയുന്നു. നിരവധി ആരോപണങ്ങൾ പത്മകുമാറിന് എതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ നിർണായകമാണ്. അറസ്റ്റ് സാധ്യത ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ടല്ലോ, അല്ലേ? അതെ വിജയകുമാർ, ഈ കേസ് സ്വർണ്ണക്കൊള്ള കേസ് അതിൻ്റെ ഏറ്റവും അതിനിർണായകമായ ഘട്ടത്തിലാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള 5 പ്രതികളാണ് നിലവിൽ SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിലവിൽ ഇപ്പോൾ N വാസുവിനെ ഇന്ന് വൈകുന്നേരത്തേക്ക് വരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 5 പേരുടെ മൊഴിയിൽ നിന്നും ഈ എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും പര്യാപ്തമായ മൊഴികളാണ് ഇവർ 5 പേരും നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2019 ഈ പറയുന്ന പ്രതികളെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ സമയത്ത് അന്നത്തെ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു എ പത്മകുമാർ. പത്മകുമാറിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം അവിടെ നിന്നും കടത്തിയതെന്നും ഒപ്പം തന്നെ മുരാരി ബാബു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു എന്ന മഹർസറിൽ ഈ രീതിയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് N വാസു. അതായത് ഇത് ഓരോ ഘടകങ്ങളിലേക്കും ഓരോ തട്ടിലേക്കും കീഴ്ത്തട്ടിലേക്കും ഇതിൻ്റെ നിർദ്ദേശം നൽകുന്നതിന് ഏറ്റവും പ്രൈമായിട്ടുള്ള ആൾ ഈ പത്മകുമാറാണ് നിലവിൽ സംശയം. ഇതുമായി ബന്ധപ്പെടുത്തുന്ന മൊഴികളാണ് നിലവിൽ ഈ 5 പേരും നൽകിയിട്ടുള്ളത്. നിലവിൽ N വാസുവിനെ കസ്റ്റഡിയിൽ SIT വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ആ നടപടി കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത N വാസുവിനെ ഉടൻ തന്നെ പോലീസ് ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലോ എത്തിക്കും. അങ്ങനെ ഇവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഈ മൊഴികളിലേക്ക് അപ്പുറത്തേക്ക് പത്മകുമാറിന് ഇതിനുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുവാണെങ്കിൽ ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടി ഉണ്ടാകും. 2 തവണ പത്മകുമാറിന് നേരത്തെ നോട്ടീസ് നൽകിയെങ്കിൽ പത്മകുമാർ വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇത് എത്തുന്നതിന് കാലതാമസം അറിയിച്ചിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയത്. നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവി ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ 2 SP-മാർ, SP ശശിധരനും SP ബിജു, ഇങ്ങനെ 2 SP-മാരും ADGP ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ വീഡിയോയായി പകർത്തി അത് കോടതിയിൽ ഹാജരാക്കും. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നമുക്ക് നിലവിൽ തള്ളാൻ സാധിക്കും. ഒരു പക്ഷേ ഇന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഒരു തവണ കൂടി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. ആ തവണ നിലവിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന് ചില പരിമിതികളുണ്ട്. കോടതിയുടെ കീഴിലുള്ള അന്വേഷണമാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് നിർണായകമാണ്. അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമോ എന്നതാണ് അടുത്ത മണിക്കൂറിൽ അറിയാനിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഏതാണ്ട് 2-2.5 മണിക്കൂർ പിന്നിടുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് വൈകിട്ട് 4 മണിവരെ കസ്റ്റഡിയിൽ വിട്ടത്. N വാസുവിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യുകയാണ്. കേസിലെ മറ്റൊരു പ്രതിയായ B മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കും. N വാസുവിനെതിരെ കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരെത്തി. നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം പവേർഡ് ബൈ ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടനം സാധാരണ നിലയിലാണ്. ഇന്ന് 75,000 പേർക്കാണ് ദർശനത്തിന് അനുമതി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ നിലയ്ക്കലിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ ഇതുവരെ ശബരിമല ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്നലെ എത്തിയത് 14,000-ലധികം പേരാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയന്ത്രണം കടുപ്പിച്ചതോടെ പ്രതിദിനം 75,000 ഭക്തരെയാണ് മല ചവിട്ടാൻ അനുവദിക്കുക. ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി നിജപ്പെടുത്തി. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാവുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. നവംബർ 24 വരെയാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തർ പരമാവധി വെർച്വൽ ക്യൂ വഴി സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. 24 സന്നിധാനം.
ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി ഇല്ല എന്ന് സുപ്രീം കോടതി. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. കേരളം ഉൾപ്പെടെ NDA ഇതര സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ബില്ലിന്മേൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങൾ അടങ്ങിയ റഫറൻസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന തീർപ്പ്. രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ സുപ്രീം കോടതി ഉത്തരവ് വ്യവസ്ഥകൾക്ക് വിരുദ്ധമെന്നും ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് BR ഗവായ് പ്രസ്താവിച്ചു. കോടതി മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരം ഏറ്റെടുക്കരുത്. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർ നടപടിയെടുക്കുന്നില്ലെങ്കിൽ കോടതിക്ക് പരിമിതമായ ജുഡീഷ്യൽ അവലോകനം നടത്താം. ജുഡീഷ്യൽ അവലോകനത്തിന് ശേഷം ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശം നൽകാൻ കഴിയുമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ബില്ലുകൾക്ക് അനുമതി നൽകുക, ബില്ലുകൾ നിയമസഭയ്ക്ക് തിരികെ അയക്കുക, ബില്ലുകൾ രാഷ്ട്രപതിക്ക് റഫർ ചെയ്യുക. ഇതിൽ 3-1 തിരഞ്ഞെടുക്കാനേ ഗവർണർക്ക് വിവേചനാധികാരമുള്ളൂവെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച്. കാരണം വ്യക്തമാക്കാതെ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ഫെഡറലിസത്തിനെതിരായിരിക്കും. മന്ത്രിസഭയുടെ ഉപദേശത്തിന് ബാധ്യസ്ഥനാണ് ഗവർണറെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ഗവർണറും രാഷ്ട്രപതിയും അധികാരങ്ങൾ കൈയടക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിനും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണ് എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ബില്ലിന്മേൽ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് JB പർദിവാലയുടെ ഉത്തരവിനെതിരെയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫറൻസ് നൽകിയത്. ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കാൻ കഴിയില്ല എന്ന സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. തുടർന്നും ഗവർണർമാർ ബില്ലുകൾ അനന്തകാലം തടഞ്ഞുവെക്കുകയാണെങ്കിൽ ഈ സുപ്രധാന ഭാഗം മുൻനിർത്തി സംസ്ഥാനങ്ങൾക്ക് വ്യവഹാര വഴികൾ തേടാം. R. അച്യുതൻ, 24, ഡൽഹി. ബീഹാറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നിതീഷ് കുമാർ. 2 ഉപമുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ 24 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പട്നയിലെ ഗാന്ധി മൈതാനത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञा करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നേതാവ്, ഏറ്റവും കൂടുതൽ കാലം ബീഹാർ ഭരിച്ച മുഖ്യമന്ത്രി, ഈ വിശേഷണങ്ങൾ ഇനി നിതീഷ് കുമാറിന്റെ സ്വന്തം. പട്ന ഗാന്ധി മൈതാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷ് കുമാറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ സാമ്രാജ് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായും സത്യപ്രതിജ്ഞ ചെയ്തു. JDU-വിൽ നിന്ന് 8 പേരും LGP-യിൽ നിന്ന് 2 പേരും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയിൽ നിന്നും RLM-ൽ നിന്നും ഓരോ അംഗങ്ങളും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. BJP-യുടെ പ്രേംകുമാർ സ്പീക്കറായേക്കും. അതേസമയം വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. 24, ഡൽഹി. RSS മേധാവി മോഹൻ ഭാഗവത് 3 ദിവസത്തെ സന്ദർശനത്തിനായി മണിപ്പൂരിലെത്തി. ഇംഫാൽ വിമാനത്താവളത്തിലെത്തിയ മോഹൻ ഭാഗവതിനെ നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മോഹൻ ഭാഗവതിന്റെ മണിപ്പൂർ സന്ദർശനം. നാളെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും മണിപ്പൂർ സന്ദർശിച്ചേക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉടൻ മണിപ്പൂർ സന്ദർശിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. തൃശൂരിലെ അടാട്ടു പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ കളത്തിലിറക്കി കോൺഗ്രസിന്റെ അപ്രതീക്ഷിത നീക്കം. അടാട്ടിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അനിൽ അക്കര. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നായിരുന്നു പഞ്ചായത്തിൽ ജയം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ MLA ശബരിനാഥനെ ഇറക്കിയതിന് പിന്നാലെ ചടുലമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ മുൻ MLA അനിൽ അക്കരയും മത്സരരംഗത്തെത്തിക്കുകയാണ് കോൺഗ്രസ്. LDF-ന്റെയും CPIM-ന്റെയും കുത്തക പഞ്ചായത്തായ അടാട്ട് തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. 2 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള അനിൽ അക്കരെ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ചുമതലകളും നിർവഹിച്ചിട്ടുണ്ട്. 2016-ൽ വടക്കാഞ്ചേരി നിയമസഭാ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച അനിൽ അക്കര 2021-ൽ പരാജയപ്പെട്ടു. 2020-ൽ പഞ്ചായത്തിൽ LDF വിജയിക്കുകയും അനിൽ മുമ്പ് മത്സരിച്ചിരുന്ന സീറ്റിൽ BJP വിജയിക്കുകയും ചെയ്തതോടെ അടാട്ട് UDF-ന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. നഷ്ടമായ പഞ്ചായത്തും സീറ്റും തിരികെ പിടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് KPCC വൈസ് പ്രസിഡന്റ് കൂടിയ അനിൽ അക്കര ഇക്കുറി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. എന്റെ വിജയങ്ങൾ, എന്റെ ജീവിതം അടാട്ടിന്റെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് തിരിച്ചു പിടിക്കാൻ. ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങിപ്പോവുകയാണ്. അടാട്ടിന്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തൃശൂർ ജില്ലയിൽ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എൻ്റെ പുറംതോൾ അല്ലെങ്കിൽ എൻ്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അഡാട്ടയ്ക്ക് പോകുന്നത്. അനിലക്കരയുടെ സ്ഥാനാർത്ഥിത്വം ആവേശത്തോടെയാണ് പ്രവർത്തകരും ഏറ്റെടുക്കുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണത്തിലും സജീവമാവുകയാണ് അനിലക്കര. 24 തൃശൂർ. രാഹുൽ മങ്കൂട്ടത്തിൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് കെ മുരളീധരൻ. സർക്കാർ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയാമെന്നും കെ മുരളീധരൻ 24ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ കാര്യത്തിലൊന്നും ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ തെറ്റ് രാഹുൽ മങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഇതുവരെയായിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു കേസും ഇതുവരെ തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കേണ്ടി വരും. കേരള ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ചീഫ് ജസ്റ്റിസിന് കത്ത്. ജഡ്ജിമാർ അസോസിയേഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്നാരോപിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റാണ് കത്തയച്ചത്. നേതൃത്വത്തെ മാറ്റണമെന്ന് ചില ജഡ്ജിമാർ ആവശ്യപ്പെട്ടു എന്നും കത്തിൽ പരാമർശമുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കത്തിന്റെ പശ്ചാത്തലം എന്താണ്? വളരെ ഗുരുതരമായ ഗൗരവമുള്ള വിഷയങ്ങളാണല്ലോ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നത്. സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കത്തിൽ ഉണ്ട്. യശ്വന്ത് ഷേണായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജഡ്ജിമാർ ഈ അസോസിയേഷന്റെ ഭരണകാര്യങ്ങൾ ഇടപെടുന്നു, അതോടൊപ്പം തന്നെ ഭരണനിർവഹണത്തിലുള്ള ആളുകളെ മാറ്റണമെന്ന ചില അഭിപ്രായങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അസോസിയേഷന്റെ ഒരു ആനിവേഴ്സറി പരിപാടി നടന്നിരുന്നു. അതിൽ 30ഓളം വരുന്ന ജഡ്ജിമാർ വിട്ടുനിന്നിരുന്നു. അതിൽ 3 പേർക്ക് മതിയായ കാരണങ്ങളുണ്ടായി. ബാക്കി 27 പേർ വിട്ടുനിന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രമാണെന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് അനുവദിക്കാനാകില്ല എന്നാണ്. ഒപ്പം ഈ അഭിഭാഷകരെ ബഹുമാനിക്കാനുള്ള നടപടികൾ കൂടി വേണം എന്നീ കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ, ഈ അസോസിയേഷനിലുള്ളതിനെ മറ്റ് അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ അവര് ഈ കത്ത് പ്രസിഡന്റ് സ്വന്തം നിലയ്ക്ക് അയച്ചു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ലക്ഷ്യമാക്കുന്നത്. വിജയകുമാർ. യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് 16-കാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചെന്ന UAPA കേസിൽ കുട്ടിയുടെ മാതാവ് കേരളത്തിൽ പോലീസ് നിരീക്ഷണത്തിൽ. UK-യിലായിരുന്ന യുവതി കേരളത്തിലെത്തിയതു മുതൽ പോലീസ് നിരീക്ഷണത്തിലാണ്. യുവതിയുടെ ആൺസുഹൃത്തിന്റെ സഹോദരനും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാൾ കനകമല കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ്. ATSന്റെ വിശദമായ അന്വേഷണത്തിലാണ് പല നിർണായക വിവരങ്ങളും കണ്ടെത്തുന്നത്. കുട്ടിയുടെ മാതാവ് നെടുമങ്ങാട് സ്വദേശിയായിരുന്നു. പന്തളം സ്വദേശി വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തി. പിന്നീട് ഇവർ വേർപിരിഞ്ഞു. അങ്ങനെ UK-യിൽ തുടരവെയാണ് വെമ്പായം സ്വദേശിയായിട്ടുള്ള ആൺസുഹൃത്തുമായി പരിചയപ്പെടുകയും ഒരുമിച്ച് താമസിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ 16 വയസ്സുള്ള കുട്ടി UK-യിലെത്തിയപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടി ISൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നാണ് കേസ്. കുട്ടിയുടെ മാതാവ് നിലവിൽ തിരുവനന്തപുരത്ത് പോലീസ് നിരീക്ഷണത്തിലാണ്. അതേസമയം യുവതിയുടെ ആൺസുഹൃത്തിന്റെ സഹോദരനും പോലീസ് നിരീക്ഷണത്തിൽ തുടരുന്നു. കനകമല കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായ ആളാണ് ഇയാൾ. കുട്ടിയെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചതിൽ ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ കുട്ടിയെ സ്വീകരിച്ചതും ആറ്റിങ്ങലിൽ മതപഠന കേന്ദ്രത്തിലാക്കുന്നതും ഇയാളാണ്. കുട്ടി നിലവിൽ പിതാവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണുള്ളത്. 24 തിരുവനന്തപുരം. SIRൽ BLOമാർക്കുള്ള സമ്മർദ്ദം തുടരുകയാണ്. SIR ഫോം വിതരണത്തിന്റെ കണക്കുകൾ ആപ്പിൽ 0 കാണുന്നവരോട് ഇന്ന് ജില്ലാ കളക്ടറെ കാണാനാണ് നിർദ്ദേശം. സാങ്കേതിക തകരാറിന്റെ പേരിൽ ജീവനക്കാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സംഘടനകളുടെ നിലപാട്. എറണാകുളം ജില്ലയിലെ BLOമാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്ന പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്താൻ നൽകിയിരിക്കുന്ന ആപ്പിൽ 0 എന്ന് കാണിക്കുന്നവർ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ജില്ലാ കളക്ടറെ നേരിട്ട് ചേംബറിലെത്തി കാണണമെന്നാണ് നിർദ്ദേശം. ഡെപ്യൂട്ടി തഹസിൽദാർമാരാണ് ഉദ്യോഗസ്ഥർക്ക് ഗ്രൂപ്പിലൂടെ നിർദ്ദേശം നൽകിയത്. വിവരശേഖരണത്തിന്റെ ഭാഗമായി വീടുകളിൽ നൽകിയിരിക്കുന്ന ഫോമുകളുടെ വിവരങ്ങൾ ആപ്പുകളിൽ ഉൾപ്പെടുത്താൻ സാങ്കേതിക തകരാറുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഈ തകരാർ പരിഹരിക്കാതെ ഇരിക്കുന്നതാണ് പലരുടെയും അപ്ലോഡ് 0 കാണിക്കുന്നത്. സാങ്കേതിക തകരാർ നിലനിൽക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളും ചോദിക്കുന്നത്. നിലവിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ ഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിനിടെ SIRനെതിരെ CPIയും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. S. ശ്യാംകുമാർ, 24 കൊച്ചി. ഡൽഹി സ്ഫോടനത്തിൽ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ അഫ്ഗാനിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പേരെ തിരിച്ചറിഞ്ഞു. വൈറ്റ് കോളർ സംഘവുമായി ബന്ധമുള്ള കൂടുതൽ പേരെ കണ്ടെത്താൻ NIA നടപടികൾ തുടങ്ങി.
ഡൽഹി ചാവേർ ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച ജെയ്ഷെ മുഹമ്മദ് ശൃംഖലയെന്ന് കണ്ടെത്തി. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട്, ഡോക്ടർ ഉകാസ, ഹാഷിം എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു. ചാവേർ ആക്രമണത്തിന് മുൻപായി ഡോക്ടർ ഉമർ നബി ആശയവിനിമയം നടത്തിയത് ഇവരുമായാണെന്നാണ് വിവരം. ഫർസന്തൻ ഇ ദാറുൽ ഉലും ദിയോദ്ബന്ദ്, കാഫില ഇൽ ഗുർബ എന്നീ ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് ഹിസ്ബുൾ ഭീകരർ വൈറ്റ് കോളർ സംഘവുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. ഭീകരബന്ധം കണ്ടെത്തിയവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ NIA മരവിപ്പിച്ചു. കോളുകളുടെയും ചാറ്റുകളുടെയും ഫണ്ട് വഴികളുടെയും ഡിജിറ്റൽ റൂട്ടുകൾ NIA പരിശോധിക്കുകയാണ്. വൈറ്റ് കോളർ ശൃംഖലയിൽ കൂടുതൽ പേർ ഉള്ളതായി സൂചന ഏജൻസികൾക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശ സർവകലാശാലകളിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ഡോക്ടർമാരുടെ വിവരങ്ങൾ തേടുകയാണ് ഏജൻസികൾ. കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിലാണ്. ചില സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷണത്തിലുണ്ടെന്നും ഡൽഹി സ്ഫോടനത്തിന് ശേഷം നിർജീവമായ ഹാൻഡിലുകൾ പരിശോധിച്ചു വരുന്നതായുമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അൽഫല സർവകലാശാലയിലെ ഡോക്ടർമാരടക്കം 200 ജീവനക്കാർ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ചെങ്കോട്ട ആക്രമണത്തിന് ശേഷം ക്യാമ്പസിൽ നിന്നും പോയവരെ കണ്ടെത്താനുള്ള നീക്കവും ഊർജിതമാണ്. 24 ഡൽഹി. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എയ്ഡഡ് നിയമനങ്ങളിൽ വൻ അഴിമതിയെന്ന് കണ്ടെത്തൽ. വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പരിശോധനയിലാണ് വ്യാപക അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തിയത്. സ്ഥലം മാറ്റ അപേക്ഷകൾക്കും ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്നു എന്നാണ് കണ്ടെത്തൽ. വിജിലൻസിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഭിന്നശേഷി സംവരണം അട്ടിമറിക്കൽ, സ്ഥലം മാറ്റം തുടങ്ങി ഫയലുകൾ തീർപ്പാക്കുന്നതിന് വരെ കൈക്കൂലി. തസ്തിക നിലനിർത്താനും പുതിയ തസ്തിക സൃഷ്ടിക്കാനും നിയമനം ക്രമവൽക്കരിക്കാനും സ്കൂൾ അഡ്മിഷനുകളിലും അറ്റൻഡൻസുകളിലും വ്യാപക ക്രമക്കേട്. അഴിമതിയും ക്രമക്കേട് നടക്കുന്നുവെന്ന പരാതിയിലായിരുന്നു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശാനുസരണം മിന്നൽ പരിശോധന. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 55 ഓഫീസുകളിലായിരുന്നു പരിശോധന. അധ്യാപക, അനധ്യാപക നിയമനങ്ങൾക്ക് കൺസൾട്ടന്റുമാർ എന്ന നിലയിൽ വിരമിച്ച ചില ഉദ്യോഗസ്ഥർ തന്നെ ഇടനിലക്കാരായി നിൽക്കുന്നതും കണ്ടെത്തി. ഇടനിലക്കാർ വലിയ തുക കൈക്കൂലിയായി വാങ്ങിയെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് വീതം വെച്ച് നൽകിയതായും അന്വേഷണത്തിൽ വിവരം ലഭിച്ചു. മനഃപൂർവ്വമായി ഫയലുകൾക്ക് കാലതാമസം വരുത്തിച്ച് ഫയലുകൾ നീങ്ങാനും കൈക്കൂലി വാങ്ങി. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ പല നിയമനങ്ങൾക്കും അംഗീകാരം നൽകി. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക തസ്തിക നിലനിർത്താൻ മറ്റു സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അഡ്മിഷൻ എടുത്തതായി കാണിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ വരുന്ന ഒരു സ്കൂളിൽ ഭിന്നശേഷി സംവരണം പാലിക്കാതെ 11 അധ്യാപകരെയാണ് നിയമിച്ചത്. ആലപ്പുഴയിൽ 2 എയ്ഡഡ് സ്കൂളുകളിലെ ക്ലർക്കുമാരുടെ അക്കൗണ്ടിൽ നിന്ന് കൈക്കൂലിപ്പണമായി 2 ലക്ഷത്തോളം രൂപയും മലപ്പുറത്ത് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത തുകയും വിജിലൻസ് പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ 9 വിദ്യാർത്ഥികൾ മാത്രമുള്ള ക്ലാസ്സിൽ 19 കുട്ടികളെ വ്യാജമായി അഡ്മിഷൻ എടുത്തതായി കാണിച്ച് അറ്റൻഡൻസ് നൽകി വരുന്നതായും കണ്ടെത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ കൂടാതെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. 24 തിരുവനന്തപുരം.